മൊബൈൽ സൈലന്റ് മോഡിലാണെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിന് നിങ്ങളെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ആ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന കോൾ സൈലന്റ് മോഡിൽ നിന്നും മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. ഒരു അത്യാവശ്യ ഘട്ടത്തിന് എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് സാധാരണ വരുന്ന കോൾ പോലെ ആയിരിക്കില്ല അത്യാവശ്യ ഘട്ടത്തിന് നമ്മളെ ആരെങ്കിലും വിളിക്കുന്നത്. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ ആ നമ്പറിൽ നിന്നും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ നിന്ന് വരുന്ന കോൾ, അത് ഏത് നമ്പറിൽ നിന്നാണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന കോൾ സൈലന്റ് മോഡിലാണെങ്കിലും റിംഗ് ചെയ്യാൻ ആരംഭിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു സെറ്റിംഗ്സ് ഇല്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. അതിനോട് സമാനമായിട്ടുള്ള മറ്റൊരു സെറ്റിംഗ്സ് ഞാൻ പരിചയപ്പെടുത്തരാം. നിങ്ങളുടെ മൊബൈൽ സൈലന്റ് മോഡിലാണെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് ഇന്ന വ്യക്തി എന്നെ വിളിച്ചാൽ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ആ രണ്ടാമത്തെ സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിൽ എവിടെയാണുള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. മൊബൈലിലുള്ള നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബിന്റെ ഓപ്ഷൻ കാണും. DND മോഡ്, ഇതാണ് ഡു നോട്ട് ഡിസ്റ്റർബിന്റെ ഐക്കൺ. അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിലുള്ള ആ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കോളുകൾ, മെസ്സേജുകൾ എല്ലാം സൈലന്റ് മോഡിലേക്ക് മാറും. ഓക്കെ, എന്നാൽ താഴെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ റിംഗ് ഫോർ റിപ്പീറ്റഡ് കോൾസ് എന്ന ഭാഗമുണ്ട്. അത് എനേബിൾ ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ DND മോഡ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കോൾ ചെയ്തു അത് കട്ടായി, രണ്ടാമത് അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൾ വരികയാണെങ്കിൽ ആ സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് മോഡിലേക്ക് മാറും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ തന്നെ വീണ്ടും കോൾ വരികയാണെങ്കിൽ സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് മോഡിലേക്ക് മാറും. അപ്പോൾ എമർജൻസി ആയിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ വിളിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരോ നിങ്ങളെ അത്യാവശ്യമായിട്ട് വിളിക്കുന്നുണ്ട് എന്ന്. ഇനി ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കോൾ ആൻഡ് മെസ്സേജസ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നൺ ആണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെയുള്ള ഫേവറേറ്റ് കോണ്ടാക്ട്സ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റിയാൽ മാത്രം പോരാ, ഇനി നിങ്ങൾക്ക് ആരൊക്കെയാണ് സൈലന്റ് മോഡിൽ കോൾ വന്നാൽ റിംഗ് ചെയ്യേണ്ടത് അവരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലിസ്റ്റിലുള്ള ആരൊക്കെയാണ്, നിങ്ങളിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ആരൊക്കെയാണ് നിങ്ങളെ അത്യാവശ്യമായിട്ട് കോൾ വിളിച്ചാൽ കേൾക്കേണ്ടത് അവരിങ്ങനെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫേവറേറ്റ് ആക്കി വെക്കാൻ സാധിക്കും. ഇനി ചില മൊബൈലിലൊക്കെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫേവറേറ്റ് ആക്കുന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും ഫേവറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആ ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സൈലന്റ് മോഡിൽ ആരൊക്കെ വിളിച്ചാൽ റിംഗ് ചെയ്യണം അവരെയൊക്കെ ഇതുപോലെ ഫേവറേറ്റ് ആക്കി വെച്ചാൽ മതി. ആ ഫേവറേറ്റ് ആക്കി വെച്ച കോണ്ടാക്റ്റിൽ നിന്നും കോൾ വരുമ്പോൾ സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് മോഡിലേക്ക് മാറും, അതായത് റിംഗ് ചെയ്യും. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തികൾ മാത്രമാണ് കോൾ ചെയ്താൽ റിംഗ് ആകുക. ഓക്കെ, അതിനുശേഷം ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ സംഭവം സൈലന്റ് മോഡിലേക്ക് മാറും. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം, അതായത് നിങ്ങൾ ഫേവറേറ്റ് ആക്കി വെച്ച ആളുകൾ കോൾ ചെയ്താൽ ഇതുപോലെ റിംഗ് ആയിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഫേവറേറ്റ് ചെയ്ത് വെച്ചവർ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന്. താഴെയുള്ള ടോഗിൾ കൂടി നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് നിങ്ങളെ ആരാണ് കോൾ ചെയ്യുന്നത് റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുമ്പോൾ അതും റിംഗ് മോഡിലേക്ക് മാറുന്ന ഓപ്ഷനാണ് ഇത്. ഓക്കെ, ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സെറ്റിംഗ്സ് എല്ലാ മൊബൈലിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ മൊബൈലിൽ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.